ലിത്തോസ്ഫിയർ, എ ഹൗസ് ഓഫ് ടൈംലെസ് സ്റ്റോൺസ്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയോട് ചേർന്നാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. രണ്ടായിരത്തി 20 ഈ വീടിന് ഉടമസ്ഥരായ മിസ്റ്റർ ഫൈസലും ഷംനയും നമ്മളെ സമീപിക്കുമ്പോൾ ഈ വീട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ സ്ട്രക്ചർ തീർന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലയൻറ്റിൻ്റെ ഏതെല്ലാമോ ആവശ്യങ്ങൾ അവർക്ക് സാറ്റിസ്ഫൈ ആവാത്തത് കാരണമാണ് അതിൻ്റെ ഒരു റീഡിസൈനും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. നമ്മൾ ആദ്യമായി ഈ സൈറ്റ് വന്ന് കാണുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആദ്യം നമ്മൾ നോട്ട് ചെയ്യുന്നത്. നല്ല ഒരു കാർഷിക അന്തരീക്ഷത്തോടു കൂടിയ ഒരു പ്രദേശത്തായിരുന്നു ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ വീടിൻ്റെ നിലവിലുള്ള സ്ട്രക്ചർ നോക്കുമ്പോൾ ആ വീടൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തേക്കുള്ള കണക്ഷൻസ് വളരെ അധികം കുറവായിരുന്നു. അവിടെ നിന്നാണ് ക്ലയൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഡിസൈൻ ഫിലോസഫിയും ഒക്കെ ക്ലയൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു റീഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ വീടിനെ പുറത്തേക്ക് തുറക്കുക എന്നുള്ളൊരു ആശയവുമായിട്ട് ഈ വീടിൻ്റെ റീഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും ഈ കാർഷിക ഭൂപ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന വിധത്തിൽ ഈ ടോട്ടൽ ഡിസൈനെ നമ്മൾ മാറ്റി തീർക്കുന്നത്. മെറ്റീരിയൽ പാലറ്റിൽ അവർക്കുള്ള ചില ആവശ്യങ്ങൾ, അതായത് എല്ലാ ഫ്ലോറിങ്ങിനും എല്ലാ സ്ഥലത്തും നാച്ചുറൽ സ്റ്റോൺസ് തന്നെ ഉപയോഗിക്കണം, വുഡിനോടുള്ള അവർക്കുള്ള താല്പര്യം എന്നിവയൊക്കെ കണക്കെടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ വീടിൻ്റെ ഡിസൈനിൻ്റെ ഒരു തീം സെറ്റ് ചെയ്യുന്നത്. അവിടെ ജീവിക്കുന്ന ആളുകളുടെയും പ്രായം കൂടുന്നതിനനുസരിച്ചും കാലങ്ങൾ മാറ്റം വരുന്നതനുസരിച്ച് വീടിനും അതിൻ്റേതായ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ നിറത്തിലും ഭാവത്തിലും എല്ലാ നിറങ്ങൾ മാറ്റം പ്രകൃതിയോട് ഇണങ്ങി വരുന്ന തരത്തിലാണ് അതിലെ ഓരോ ഘടകങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അഞ്ച് ബെഡ്റൂമുകളും ലിവിംഗ് റൂമും ഫാമിലി ലിവിങ്ങും കിച്ചണും ഡൈനിങ്ങും ഉൾപ്പെടുന്ന ഈ ടോട്ടൽ ഏരിയ നമ്മൾ വളരെ ലളിതമായിട്ട് കോർത്തിണക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇൻറ്റീരിയർ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരുപാട് ഇൻട്രാക്റ്റീവ് സ്പേസസ്. അവർ ഏതൊരു കോർണറിലോ ഏതൊരു സ്പേസിലോ ഇരുന്നാലും കുട്ടികൾക്കും അവർക്കും ചേർന്നിരുന്ന് സംസാരിക്കാനും പുസ്തകം വായിക്കാനും പഠിക്കാനും മറ്റ് ജോലികൾ ചെയ്യാനും ഒക്കെ ഉതകുന്ന വിധത്തിൽ വിവിധ സ്പേസുകളെ കോർത്തിണക്കി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. രണ്ടായിരത്തി 20 കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് 2021 കൂടിയാണ്. പിന്നീട് കോവിഡും മറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലേക്ക് മാറുകയും നിർമ്മാണ പൂർത്തീകരണം 2023 കൂടിയാണ് ഈ വീട് പൂർത്തീകരിച്ചത്. അപ്പോഴേക്ക് തന്നെ ഈ വീടിന് നമ്മളതിൻ്റെ കൺസെപ്റ്റിൽ കൊണ്ടുവന്നത് പോലെ ഒരു ബേസിക് ഏജിങ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുന്ന ഈ സമയം എന്ന് പറയുന്നത് 2025ആണ്. ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന ആ കൺസെപ്റ്റ് പ്രകാരം ഒരു മിനിമം ഏജ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ വീടിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു റെട്രോസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് വളരെ കോസി പെയിൻറ്റ് ഫിനിഷുകൾ കൊണ്ടുവരുന്ന വീടിനേക്കാളും ഇതിൻ്റെ ഏജിങ്ങിന് ഒരു കാവ്യാത്മകമായിട്ടുള്ള ഭംഗിയുണ്ട് എന്നുള്ളതാണ്.
അത് നമ്മളോട് ഈ ക്ലയൻസും അവരുടെ ഓരോ വെക്കേഷൻ കാലഘട്ടത്തിലും ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഈ വീടിൻ്റെ മാറ്റങ്ങൾ അവരെ നൊസ്റ്റാൾജിയുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.